ഒരിടക്കാലത്തിന് ശേഷം PM ശ്രീ വിവാദം വീണ്ടും സജീവമായിരിക്കുന്നു. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും UDF അനുമതിക്കായി കാത്തിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിബന്ധനകൾ സംസ്ഥാന താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകില്ലെന്നും നിലവിലെ വിദ്യാഭ്യാസ നയത്തിലും പാഠ്യപദ്ധതിയിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമില്ല എന്നുമാണ് വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതി തുടരാനുള്ള നടപടികളിലേക്ക് ചുവടുവെക്കുമ്പോൾ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉയർത്തിയ വിമർശനങ്ങൾ തിരിച്ചടിക്കും എന്നുറപ്പാണ്. പദ്ധതിയെക്കുറിച്ചും പദ്ധതിക്കെതിരായ വിമർശനവും മുൻ നടപടികളും വിലയിരുത്തുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. PM ശ്രീ കക്ഷത്തോ ചവറ്റുകൊട്ടയിലോ? ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന PM ശ്രീ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി രാജ്യത്തെ 14,500-ലധികം സർക്കാർ സ്കൂളുകളെ മികച്ച സൗകര്യങ്ങളുള്ള മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 776 ജില്ലകളിൽ 8,538 ബ്ലോക്കുകളിലായി രാജ്യത്തെ 13,091 സ്കൂളുകൾ ഇതിനകം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. 2022 മുതൽ 2027 വരെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 336 സ്കൂളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സ്കൂളിന് ശരാശരി 1.13 കോടി രൂപ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന വിഹിതം 60-40 എന്ന അനുപാതത്തിലായിരിക്കുമെന്ന് പദ്ധതി രേഖകൾ വെളിപ്പെടുത്തുന്നു. സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, നവീകരണ പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനം. നൂതന പാഠ്യപദ്ധതി, കുട്ടികളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, പ്രാദേശിക ഇന്റേൺഷിപ്പ്, ശൈക്ഷണിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ലൈബ്രറി ഗ്രാന്റ്, സ്പോർട്സ് ഗ്രാന്റ് തുടങ്ങി വാർഷിക സ്കൂൾ ഗ്രാന്റുകൾ അനുവദിക്കും. മാതൃഭാഷയ്ക്ക് മുൻഗണന നൽകുമ്പോഴും ഭാഷകളുടെ അതിർവരമ്പുകൾ മറികടക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കും. സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങളും ഒരുക്കും. പ്രാദേശിക വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റും ഇന്റേൺഷിപ്പ് ചെയ്യാനും ഇടവേളകളിൽ ജോലി ചെയ്യാനും കുട്ടികൾക്ക് കഴിയും. കുട്ടികളെ തൊഴിൽ ചെയ്യാൻ കൂടി പ്രാപ്തരാക്കുന്ന തരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം ചോർത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണം. സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടും. അതായത് പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്റെ കയ്യിലാവും. ഇതോടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ നടപടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യുമെന്ന ആശങ്കയാണ് ഉന്നയിക്കപ്പെടുന്നത്. സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കേണ്ടി വരുമെന്നതും എതിർപ്പിന് കാരണമായി. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിനു പുറമെ നിലവിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഘടനയിലും മാറ്റമുണ്ടാകും. രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകളെയും ഒരുപോലെ ഉയർത്തുന്നതിന് പകരം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതം മാത്രം മാതൃകാ സ്കൂളുകളാക്കി മാറ്റാനാണ് PM ശ്രീ പദ്ധതി ശ്രമിക്കുന്നത്. ഇത് സർക്കാർ സ്കൂളുകൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള വേർതിരിവും അസമത്വവും ഉണ്ടാക്കും. ഫണ്ട് ലഭിക്കുന്ന സ്കൂളുകൾ അത്യാധുനികമാകുമ്പോൾ തൊട്ടടുത്തുള്ള മറ്റ് പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ അവഗണിക്കപ്പെടും. എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം എന്ന ജനാധിപത്യ തത്വത്തിന് ഇത് വിരുദ്ധമാണ്. പദ്ധതിയിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് ചലഞ്ച് മോഡ് വഴിയാണ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, കൃത്യമായ അധ്യാപക വിദ്യാർത്ഥി അനുപാതം, മികച്ച പഠന നിലവാരം എന്നിവയുള്ള സ്കൂളുകൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനും ഫണ്ട് നേടാനും കഴിയൂ. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമുള്ളത് പിന്നാക്കം നിൽക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമായ സ്കൂളുകൾക്കാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നയം മൂലം മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്കൂളുകൾക്ക് വീണ്ടും ഫണ്ട് ലഭിക്കുകയും പിന്നാക്ക സ്കൂളുകൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതാണെങ്കിലും ഈ പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നയങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. എന്നാൽ ഇതിന്റെ സാമ്പത്തിക ബാധ്യതയുടെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണം താനും. നിലവിൽ 60-40 അനുപാതമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പണം മുടക്കുന്നത് സംസ്ഥാനങ്ങൾ കൂടിയാണെങ്കിലും സ്കൂളുകളുടെ നടത്തിപ്പിലോ നയരൂപീകരണത്തിലോ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരമില്ല. പദ്ധതി അവസാനിക്കാൻ ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ കാലയളവിന് ശേഷം
പൂർണ്ണമായി പദ്ധതി സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും. വലിയ ബാധ്യതയാണ് ഇത് സൃഷ്ടിക്കുക. ഈ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള മറ്റ് ഫണ്ടുകൾ സംസ്ഥാനത്തിന് വിട്ടു നൽകൂവെന്ന നിബന്ധനയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. SSK പോലുള്ള മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്ന കേന്ദ്ര നയം ജനാധിപത്യപരമായ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കാനാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നായിരുന്നു 2025 ഒക്ടോബറിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയുടെ ന്യായം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സർക്കാർ തീരുമാനിച്ചത് തന്ത്രപരമായ നീക്കമാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകും എന്ന ആശങ്ക ഉയർത്തി CPI രംഗത്തെത്തി. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന ലീഗ് നേതാവും ഇപ്പോൾ മന്ത്രിയുമായ KM ഷാജി വേങ്ങരയിലെ യോഗത്തിൽ ശക്തമായ വിമർശനം ഉയർത്തുകയും ചെയ്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉൾപ്പെടെ BJP CPIM ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. CPIയുടെ എതിർപ്പ് ശക്തമായതോടെ 2025 ഒക്ടോബർ അവസാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം പദ്ധതിയുടെ തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ ഒരു 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ സർക്കാർ നിയോഗിച്ചു. തീരുമാനമെത്തും മുൻപായിരുന്നു ഭരണമാറ്റം. കേന്ദ്ര ഫണ്ടിനായി PM ശ്രീ അനിവാര്യമാണെന്നും സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നതുമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറയുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയായ KM ഷാജി പറഞ്ഞതുപോലെ ചവറ്റുകൊട്ടയിൽ പദ്ധതി വലിച്ചെറിയുമോ എന്ന ചോദ്യമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഉന്നയിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ വികസനവും നവീകരണവും സ്വാഗതാർഹമാണെങ്കിലും അത് സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങളെയും അധികാരങ്ങളെയും ബലി നൽകിക്കൊണ്ടാകരുത് എന്ന നിലപാടാണ് പദ്ധതിയെ എതിർക്കുന്നവർക്കുള്ളത്. കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള സാമ്പത്തിക അനിവാര്യതയും മുൻപ് തങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ ഒത്തുപോകാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നത്. അതിനാൽ തന്നെ PM ശ്രീ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ പൂർണ്ണമായി ഉപേക്ഷിക്കണമോ എന്ന കാര്യത്തിൽ UDF സർക്കാരിന്റെ അന്തിമ തീരുമാനം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമാകും. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.